വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇച്ചൂസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ രാവിലെ ഇച്ചുവിന് പോളി എടുക്കാൻ കൊണ്ടുപോകണം. അതുവഴിക്ക് അംഗൻവാടിയിലും വിടണം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഇച്ചു കുളിച്ച് വന്ന ഉടനെ തന്നെ രാസനാദി പൊടി തടവി കൊടുക്കണം കേട്ടോ. ഇച്ചുവിന് ഭയങ്കര തുമ്മലാണ് എപ്പോഴും കുളി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക്. അത് കഴിഞ്ഞ് ഇച്ചുവിന് പൗഡറൊക്കെ ഇട്ട് റെഡിയാക്കുകയാണ് പോകാൻ വേണ്ടിയിട്ട്. എന്തൊക്കെയോ പറയുന്നുണ്ടവൻ. ഫോൺ ഓണാക്കി വെച്ചിരിക്കുന്നത് അവൻ കണ്ടു, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ കാണിക്കണം കേട്ടോ. അത് കഴിഞ്ഞ് ഇച്ചിരി ഡ്രസ്സ് ഇടിപ്പിക്കുകയാണ് പോകാൻ വേണ്ടിയിട്ട്. ഉടുപ്പൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ അവന് കണ്ണെഴുതി കൊടുക്കും കേട്ടോ. പിരികൊന്നും എഴുതാറില്ല, അവന് കണ്ണെഴുതി കൊടുക്കും. അവന് കണ്ണെഴുതുന്നത് എനിക്ക് നല്ല ഇഷ്ടമാണ്. കുഞ്ഞുനാൾ മുതലേ അവന് ഞാൻ കണ്ണെഴുതി കൊടുക്കാറുണ്ട്. അപ്പോൾ നിർബന്ധിച്ചിട്ടാണെങ്കിൽ പിടിച്ച് നിർത്തും, നിൽക്കും. പിന്നെ ഫ്രണ്ടിലേക്ക് കേട്ടോ മുടി കോതിയപ്പോഴത്തേക്കും എണ്ണയൊക്കെ തേച്ച് കുളിച്ചതല്ലേ, അപ്പോൾ മുടി ഒരുമാതിരിയാണ്. എന്നാലും ഞാൻ അങ്ങനെ തന്നെ കോതി സെറ്റാക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ചന്ദനം തൊടിയിക്കാമെന്ന് കരുതി. അപ്പോൾ കുറച്ച് ഗ്യാപ്പേ ഉള്ളൂ കേട്ടോ ചന്ദനം തൊടിയിക്കാൻ. അപ്പോൾ അങ്ങനെ ചന്ദനം ഇടുകയാണ്. ചന്ദനം ഇട്ടപ്പോഴത്തേക്ക് മുഖം ഒരുമാതിരി കേട്ടോ. അങ്ങനെ എണ്ണ തേച്ച് അങ്ങനെ മുടി വെച്ചപ്പോഴത്തേക്ക് പിന്നെ ഞാൻ ചീപ്പെടുത്തിട്ട് സൈഡിലോട്ട് കോതി വെച്ച് കൊടുത്തു. അപ്പോൾ രാവിലെ തന്നെ ചൂട്ടൻ കാപ്പിയൊക്കെ കുടിച്ചിട്ടുണ്ട്. പിന്നെ അവൻ അംഗൻവാടി പോകാൻ വാശി പിടിക്കത്തൊന്നുമില്ല കേട്ടോ, കരയാതെ തന്നെ പോകും. അപ്പോൾ ആ നീല പെയിൻ്റ് അടിച്ചാണ് ഞങ്ങൾ താമസിക്കുന്ന വീട്. ഇത് ആശുപത്രിയുടെ ബാക്ക് സൈഡാണ്. നന്നായിട്ട് കാണിച്ചു തരാം. ഇതാണ് ബാക്ക് സൈഡ് ആശുപത്രിയുടെ. പിന്നെ നമുക്ക് ഈ റോഡിൽ ചെന്ന് കയറുന്ന ആശുപത്രിയുടെ ഫ്രണ്ട് ഗേറ്റിലാണ്. അപ്പോൾ ഞാൻ ഇച്ചു റെഡിയായിട്ട് നടന്നു പോവുകയാണ്. ഇച്ചിൻ്റെ സന്തോഷം കണ്ടിട്ട് അങ്ങനെ ഞങ്ങൾ ആശുപത്രിയുടെ ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് വന്നു. അപ്പോൾ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിറയെ വണ്ടികൾ. എന്ന് വെച്ചാൽ പനി കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആശുപത്രി നല്ല തിരക്കുണ്ട്. ഇപ്പോൾ നമുക്ക് OP ടിക്കറ്റൊന്നും എടുക്കണ്ട, നമ്മൾ നേരെ പോളി എടുക്കുന്ന സൈഡിലേക്കാണ് പോണത് കേട്ടോ. ഒരു കുഞ്ഞവയൊക്കെ കൊണ്ട് ആ ഒരു പെങ്കൊച്ച് നിൽപ്പുണ്ട്. ഞങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ പോളി എടുക്കാനുള്ളത്. അപ്പോൾ നേരെ ഞങ്ങൾ പോളി എടുക്കുന്നിടത്ത് വന്ന് 2-3 ആൾക്കാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ പോളി എടുക്കേണ്ട ബുക്കൊക്കെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത